ഇപ്പൊ നിങ്ങളൊരു 20, 27 വയസ്സ് ആ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ സിംഗിൾ ആയിരിക്കുന്ന ഗേൾസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ബ്രേക്കപ്പ് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ കമ്മിറ്റഡ് ആവാൻ വേണ്ടിയിട്ട് സെർച്ചിങ് ആയിരിക്കും. ഏത് സ്റ്റേജിലാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ നിങ്ങൾ സിംഗിൾ ആണ്. ഈ ഒരു സിംഗിൾ ആയിട്ടിരിക്കുന്ന സ്റ്റേജിൽ നിങ്ങൾക്കൊരു ഇൻഡിപെൻഡന്റും ഒരു ഫ്രീഡം ഒക്കെ ഉണ്ട്. അതെന്താ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഫ്രീഡം പോകുമെന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞാൽ ഫ്രീഡം ഒന്നും പോകില്ല. ബിക്കോസ് ഫ്രീഡം നമുക്ക് ആരും തരുന്നതല്ലല്ലോ. നമുക്ക് അന്നും ഇന്നും ഒരേപോലെ തന്നെ ഐഡന്റിറ്റിയും ഫ്രീഡവും എല്ലാം തന്നെയുണ്ട്. പക്ഷെ ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെന്നുണ്ടെങ്കിലും നമ്മളൊരു റിലേഷൻഷിപ്പിൽ എൻ്റർ ആവുന്നതിന് മുമ്പ് നമുക്കൊരു സൈസ് ഫ്രീഡം ഉണ്ടാവും. അതായത് അവിടെ നമുക്ക് ആരെയും നമുക്കൊന്നും ഷെയർ ചെയ്യേണ്ട, നമുക്ക് ആരെയും ഒന്നും ബോധിപ്പിക്കാനും ഇല്ല. അതായത് നമ്മളെല്ലാം ഒറ്റയ്ക്ക് ചെയ്യുകയും വേണം, നമ്മൾ അവിടെ സപ്പോർട്ടും ഹെൽപ്പും അങ്ങനെയൊന്നും ഇല്ലാതെ നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുക എന്ന് പറയുന്ന ഒരു ലോൺലൈനെസ് ആയിട്ടുള്ള ഒരു ഫ്രീഡം ഉണ്ട്. ആ ഒരു ഫ്രീഡത്തിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുക. ഇപ്പം നിങ്ങൾ ഏത് സ്റ്റേജ് ആണെന്നുണ്ടെങ്കിലും ബ്രേക്കപ്പ് കഴിഞ്ഞ ഒരു നിരാശയിലാണോ, അതോ നിങ്ങൾ ഇനി കമ്മിറ്റഡ് ആവാൻ പോയിട്ടിരിക്കുന്ന എക്സൈറ്റ്മെന്റിലാണോ, അതൊന്നും ഇവിടെ മാറ്റർ അല്ല. ഇപ്പം നിങ്ങൾ സിംഗിൾ ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ദ ബെസ്റ്റ് ടൈമാണ് നമ്മളെ തന്നെ എന്താ പറയുക ഒരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളൊരു ബ്രാൻഡായിട്ട് മാറുക എന്നുള്ളത്. അതായത് ഒന്നെങ്കിൽ നിങ്ങളൊരു ബ്രാൻഡ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ സ്വയം ഒരു ബ്രാൻഡായിട്ട് മാറുക. ഇനി പോസിറ്റീവ് വേട്ടോ. ഇപ്പം നമ്മൾ പോകുന്ന ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഡോപ്പമിൻ റഷ് ആണ്. ഇൻസ്റ്റയിൽ എന്തെങ്കിലും റീൽസും കാര്യങ്ങളൊക്കെ കിട്ടും, അവിടെ കിട്ടുന്ന ലൈക്കും അവിടെ കിട്ടുന്ന സെലിബ്രിറ്റി സ്റ്റാറ്റസും അല്ല നമ്മുടെ ലൈഫ് ലോങ് നമ്മുടെ കൂടെ ഉണ്ടാവുന്ന ഒരു ഐഡന്റിറ്റി ബ്രാൻഡ് എന്ന് പറയുന്നത്. ബ്രാൻഡഡ് എന്നാവുക എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും മാക്സിമം പൊട്ടൻഷ്യൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സംഭവം തന്നെയാണ്. അത് മറ്റുള്ളവർ കാണുന്നുണ്ടോ മറ്റുള്ളവർ കാണാത്തതാണോ അതിനൊന്നും മാറ്റർ ഇല്ല. ഇന്നത്തെ കാലത്ത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് സെലിബ്രിറ്റി സ്റ്റാറ്റസിലോട്ട് പോകാൻ വളരെ എളുപ്പമാണ്. ഒരു റീൽസ് എന്തെങ്കിലും വൈറലായി കഴിഞ്ഞാൽ നമ്മളാവും. പക്ഷെ ഒരാഴ്ച കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് നമ്മുടെ പേര് പോലും അവിടെ ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഇതിന് കൺസെന്റ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം. മറ്റുള്ളവരുടെ അപ്രൂവലും മറ്റുള്ളവർ നമ്മളെ എങ്ങനെയൊക്കെ കാണണം, ഒരു സെലിബ്രിറ്റി ആയിട്ട് അല്ലെങ്കിൽ ഇന്നൊരാളാണെന്ന് കാണണം എന്ന് കരുതി നമ്മൾ എന്തൊക്കെയോ ലൈഫിൽ ചെയ്യുന്ന ഒരാളായിട്ട് മാറാതിരിക്കുക എന്നതാണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. നമുക്ക് സ്വയമേ നമ്മൾ ഇഷ്ടപ്പെട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഏത് ഫീൽഡ് ആണെന്നുണ്ടെങ്കിലും അത് നമ്മുടെ ചോയ്സ് ആണ്. ഏത് ഫീൽഡ് ആണെങ്കിലും അവിടെ അത് ബെസ്റ്റ് ആവുക, അവിടെ എന്തെങ്കിലും യൂണീക്ക് സ്റ്റൈലിൽ കൊണ്ടുവരിക എന്നുള്ളത് തന്നെയായിരിക്കണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റേജിൽ നമ്മളെ തന്നെ ഏറ്റവും കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനുള്ള സമയം എന്ന് പറഞ്ഞാലും ഏറ്റവും കൂടുതൽ ഫാമിലി പ്രഷേഴ്സും ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാ പ്രശ്നങ്ങളും വരുന്ന ഒരു സ്റ്റേജാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളുടെ പേരിലൊന്നും തീരുമാനം എടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പൊ നിങ്ങൾ പാഷൻ കണ്ടുപിടിച്ചവരാണെങ്കിലും കണ്ടുപിടിക്കാൻ ഉള്ളവരാണെന്നുണ്ടെങ്കിലും മാക്സിമം എന്ത് ചെയ്യുക, മാക്സിമം ഈ ഒരു വേൾഡ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫീൽഡുകളാണെന്നുണ്ടെങ്കിലും എക്സ്പ്ലോർ ചെയ്യുക, എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കുക. അതൊന്നും ഒരു കുഴപ്പമില്ല. കാരണം ലൈഫാണ്, നമ്മൾ മുൻകൂട്ടി എല്ലാം പ്ലാൻ ചെയ്ത് അങ്ങനെ തന്നെ പോളൂ എന്ന് വിചാരിച്ചിരുന്നാലും എന്തെങ്കിലുമൊക്കെ ടേണിംഗ് പോയിന്റ്സ് ലൈഫിൽ സംഭവിച്ചിരിക്കും. സഡൻ ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫാമിലിയിൽ നിന്ന് പ്രഷേഴ്സ് വരാൻ നല്ല ചാൻസ് ഉണ്ട്. എല്ലാ വീടുകളിൽ നിന്നല്ലെങ്കിലും നമ്മൾ എത്ര മെച്ചോർഡ് ആണെന്ന് പറഞ്ഞാലും നമ്മുടെ വീടുകളിൽ നമ്മുടെ സേഫ്റ്റീനെ മുൻനിർത്തിയായിരിക്കാം ചിലപ്പോൾ അവർ ചിന്തിക്കുന്നത്. പക്ഷെ അത് നമുക്ക് എത്രത്തോളം ശരിയാണ്, നമുക്കത് ഇഷ്ടമാണെന്നൊന്നും അവരത്ര ചിന്തിക്കാറില്ല. അതെങ്ങനെയാണെങ്കിൽ പോലും നമ്മൾ നമ്മുടെ ഒരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ വർക്കുകളിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഫോക്കസ്ഡ് ആണ്, ഗോൾ മൈൻഡഡ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ പ്രഷേഴ്സ് ഒന്നെങ്കിൽ വരില്ല, വന്നാലും അത് ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് സാധിക്കും എന്ന് നിങ്ങൾ വിശ്വസിക്കുക. നമ്മൾ അത്രയും ഇൻഡിപെൻഡന്റ് ആയിട്ട് ഫിനാൻഷ്യലിയും മെന്റലിയും ഫിസിക്കലിയും അത്രയും ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇത്തരം പ്രഷേഴ്സ് വരുന്നതും വരാത്തതും ഒക്കെ നമുക്ക് ഒരുപോലെ ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ പേടിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളാവുക. ഇപ്പൊ നമ്മളൊന്നും ആവാതെ എന്തിലേക്കോ തട്ടിത്തടഞ്ഞ് ഇങ്ങനെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള കാര്യങ്ങൾ വീണു പോകാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നല്ലൊരു പ്രഷേഴ്സ് നമുക്ക് അവിടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെയും വരാം. പിന്നെ നമ്മളോട് തന്നെ ഏറ്റവും നന്നായിട്ട് നമുക്ക് എന്തെങ്കിലും സെൽഫ് റെസ്പെക്ട് കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഹെൽത്ത് നോക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം നമുക്കറിയാം ഒരു 15 വയസ്സ് തൊട്ട് 40 കഴിഞ്ഞ വീട്ടമ്മമാർ ആരാണെന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതാണ് ഈ ഹോർമോണൽ ഇംബാലൻസസ്, ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് മൂലം ഉണ്ടാകുന്ന ഡിസീസസ് എന്ന് പറയുന്നത്. പീരീഡ്സ് റെഗുലർ അല്ലാതെ വരുന്നു, അതുപോലുള്ള കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളും. അത് ഏറ്റവും കൂടുതൽ ഒരു 10 വർഷത്തിനിപ്പുറം എത്രത്തോളം കൂടി എന്നുള്ള ഗ്രാഫൊക്കെ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണാനായിട്ട് സാധിക്കും. അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്ത് തന്നെയാണ്. ജങ്ക് ഫുഡ്, പ്രഷർ, സ്ട്രെസ്. ഇപ്പോഴത്തെ ജീവിത സാഹചര്യത്തിൽ നമുക്ക് നമ്മുടെ ഹെൽത്ത് നോക്കാന്ന് പറയുന്നത് അത്രയ്ക്കും ചലഞ്ചാണ്. പക്ഷെ അത് നോക്കിയേ പറ്റൂ. കാരണം അതിന്റെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മളെ എല്ലാ രീതിയിലും ഫിസിക്കലി മെന്റലി ആണ് അഫക്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹോർമോണൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കാനും വർക്കൗട്ട് ചെയ്യാനും എക്സസൈസ് ചെയ്യാനും മറക്കരുത്. എന്തൊക്കെ സംഭവിച്ചാലും ലൈഫ് എന്ന് പറയുന്നതിനെ നമുക്കൊരു പോസിറ്റീവ് വഴിയിലൂടെ ക്രിയേറ്റ് ചെയ്ത് മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു പ്രോസസ്സിലാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ദ ബെസ്റ്റ് ആക്കി മാറ്റാനായിട്ട് ശ്രമിക്കുക. ഓൾ ദ ബെസ്റ്റ്.